ക്ഷമിക്കണ്ട, നിന്നെ ഞങ്ങൾ തീർച്ചയായും സഹായിക്കാം. വരൂ വരൂ. ഔ, ഇവന്മാർ എന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. കൂടെ തന്നെ സ്ഥലം കാലിയാക്കിയേക്കാം. എന്റെ അമ്മച്ചിയെ എടാ വേഗം പിടിക്കണവരെ. ഞാൻ പിടിക്കാം. നീ പിടിക്കില്ല. മിക്കവാറും ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് പുറത്തിറക്കോ എന്നെ. മൂസയെ നിങ്ങൾക്ക് ആരെ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ പിടിച്ചല്ലോ. എന്റെ കൊച്ചളിയാ, ഇവൻ അവന്റെ കൂടെ എന്നെ കൊണ്ട് പോണേ. എന്റെ അമ്മച്ചി ഭാഗ്യം, നിങ്ങളുടെ ബാക്കിയുള്ള മുടി കൂടി അവൻ മുറിച്ചെടുത്തില്ലല്ലോ. സോറി. അവന്റെ കളി കൂടുന്നുണ്ട്. ഇനി മൂസയെ ഞാൻ വെറുതെ വിടില്ല, നോക്കോ. അത് ശരി. അപ്പൊ ഇത്രയും നേരം നമ്മള് അവന്റെ കൂടെ ഓടിത്തൊട്ട് കളിച്ചോണ്ട് ഇരിക്കായിരുന്നോ? അല്ല ചെമ്മരിയാടെ, ഈ മൂസ താമസിക്കുന്നത് എവിടെയാണ്? കൊടുങ്കാട്ടിൽ തിളിച്ചു മറിയുന്ന അഗ്നിപർവ്വതങ്ങളുടെ അടുത്ത് ക്രൂരന്മാരായ മൃഗങ്ങളുടെ കൂടെ എന്നൊന്നും പറയുന്നില്ല. അവന്റെ വീട്ടുകാരൊക്കെ അടുത്തുള്ള ഗ്രാമത്തിലാ ഉള്ളത്. അവിടെയാണ് സ്ട്രോബെറിയുടെ കൃഷിയുള്ളത്. കൂടാതെ കൃഷിക്കാരുടെ വിത്തുകളും അവിടെ ഉണ്ട്. നിനക്ക് ഈ വളഞ്ഞ വഴിക്കല്ലാതെ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞുകൂടെ? എന്റെ മെഷീൻ വലുതാണ്. വരൂ, സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ വഴി പോകാം. ഇനിയിപ്പോ സ്റ്റേഷനിലോട്ട് കെട്ടിയെടുക്കുന്നത് എന്തിനാ? കാരണം എലിയുടെ ഫാക്ടറി കുറച്ച് ദൂരെയാണ്. എല്ലാ മുടിയും മുറിച്ച് അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ശരി, വരൂ എല്ലാവരും. പോകാം. ഈ മൂസ ഭയങ്കര മടിയനാ, ഒരു ജോലിയും ചെയ്യില്ല. എടാ കഴുത, അവനിവിടുത്തെ രാജാവാ. അതുകൊണ്ടല്ലേ ജോലി ചെയ്യാത്തെ. അത് ശരി, രാജാവാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ജയ് ജയ് വിളിച്ചാലോ? നമ്മുടെ മൂസ രാജാവ്. അയ്യോ വേണ്ട. ഈ നരിന്തെലിയെ പേടിച്ച് ഈ പുള്ളിപ്പൂച്ച ഒരിക്കലും പിന്മാറില്ല. ഇപ്പൊ എന്ത് പറയുന്നു? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. We are joking. ഇത് 10 കിലോ. 10 വേണ്ട, ഞാൻ 100 കിലോ എടുത്തോളാം. ഇതാര് ചെയ്ത പണിയെന്ന് പറയടാ. സോറി. ഇതെന്തായാലും കൊള്ളാം. ബൈസെപ്സ് ഇപ്പൊ മുഖത്തന്നെ വന്നല്ലോ. ഓ അത് ശരി, മുഴച്ചിരുന്നാണല്ലേ. സോറി. വലിയവര് തമ്മിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ പിള്ളേരടക്കി കയറി സംസാരിക്കരുത്. ഡാ, നിന്നെ കൊണ്ട് എന്നെ ഇത്ര ചെയ്യാനേ സാധിക്കൂ. ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ? ഇന്നാ പിടിച്ചോ. മന്നയോടാണോടാ നിങ്ങളുടെ കളി? എങ്കി വേഗം മന്നയെ വിളിക്കേ. അയാള് വലിയ ഫൈറ്റർ ആണെന്നാണല്ലോ തോന്നുന്നത്. മന്ന എന്ന് പറഞ്ഞ ഞാൻ തന്നെയാ. ഞാൻ നിന്നോട് ചാലഞ്ച് ചെയ്യാണ്. ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവാ. എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെട്ടോ. നിനക്ക് ഞാൻ 5 ദിവസത്തെ സമയം തരാം. എങ്കിൽ ശരി, 5 ദിവസം കഴിഞ്ഞ് നമുക്ക് റിംഗിൽ വെച്ച് കാണാം. പോ നോക്കിയാലും അകത്ത് തന്നെ ഉണ്ടാകും. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്ത് ശാന്തമാണിവിടം. സിറ്റിയിൽ എന്തുമാത്രം ബഹളമാണെന്നറിയോ? തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അമ്മേ! അല്ല,
പോപ്പട്ട് ഇതിന് മാത്രം കരഞ്ഞോ? ദേ ഇപ്പോഴും കുറ്റിക്കാട്ടിന്ന് നല്ല എക്കോ ആണല്ലോ കേൾക്കുന്നത്. അത് എന്റെ ശബ്ദമായിരുന്നു. ദേ നോക്കിയടാ ജൂപ്പിറ്ററിന്റെ ആട്. ഞാൻ ആടല്ല. ഫു. അതെ കൊച്ചളിയാ, നീ എന്ത് വർത്താനേ പറയുന്നേ? ഇവനെ കണ്ടിട്ട് ഏതോ ഒരു പശുക്കിടവനെ പോലെ ഉണ്ട്. ഞാനൊരു പശുവിനെ കിടാവല്ല, ചെമ്മരിയാണ്, ചെമ്മരിയാണ്, ചെമ്മരിയാണ്. അതിരിക്കട്ടെ, നീ എന്തിനാ കരയുന്നേ? മൂസ എന്റെ ശരീരത്തിലെ മുടി മുഴുവൻ മുറിച്ചെടുത്തു. എനിക്ക് കാര്യം മനസ്സിലായി. 50 രൂപയും വാങ്ങിച്ചു, എന്നാ വൃത്തിക്ക് വെട്ടിയതുമില്ല. സംശയമുണ്ടോ? മുടി മുറിച്ചതിന് ശേഷം എന്റെ കൂട്ടുകാരൻ എന്നെ വിട്ടുപോയി. ഡോലുവും പിന്നെ ബബ്ലുവും. അവര് ചെമരിയാടുകളായിരുന്നോ? അല്ല, എലി. മുടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുന്ന അവര് ചോദിച്ചത്. എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ എനിക്ക് അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. പ്ലീസ്. അതിന് മുടിയല്ലേ മുറിച്ചത്? ഇപ്പോഴാ കാണാൻ കുറച്ച് മെനയായത് തന്നെ. അല്ല, ഈ മൂസയെ കാണാൻ എങ്ങനെ ഇരിക്കും? വലിയ വലിയ പല്ലുകൾ. അവൻ നടന്നാൽ ഭൂമി കുലുങ്ങും. ഡൈനോസറിന്റെ കുഞ്ഞനിയൻ. കണ്ടാൽ എങ്ങനെ തോന്നില്ലെങ്കിലും ചെറിയൊരു എലിയാണ്. കാണാൻ നല്ല ക്യൂട്ടാണ്. തലയ്ക്ക് വട്ടാണ്. ചെറുക്കനാണോ ഒരു വലിയ ഫയൽവാനെ വെല്ലുവിളിക്കുന്നത്? എടാ, അയാൾ പല്ല് തേക്കുന്ന ബ്രഷിന് പോലും നിന്നേക്കാളും വലിപ്പം ഉണ്ടാവും, അറിയോ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, റെസ്ലിംഗിൽ 2 കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കണം. അതെന്താ? ആദ്യത്തേത് വീട്ടുകാരുടെ നമ്പർ, അപ്പൊ രണ്ടാമതോ? വീടിന്റെ അഡ്രസ്. കാരണം പഞ്ഞിക്കിട്ട് കഴിയുമ്പോ ഇതൊന്നും ഒരിക്കലും ഓർമ്മയുണ്ടാവില്ല. ജർമ്മൻ ഷെപ്പേർഡ്, നീ ട്രെഡ്മിൽ യൂസ് ചെയ്യ്. ഇത് ചെയ്താൽ ഞാൻ എങ്ങനെ ജയിക്കാനാണ്? ജയിക്കാനല്ല, തോക്കുമ്പോ ഓടണമല്ലോ, അതിനാ. ഇത് ഭയങ്കര സ്ലോയാ. കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാൻ നോക്ക്. എനിക്ക് തോന്നുന്നത് ഇവനെ ജയിക്കാനായിട്ട് അവൻ മുഴുവൻ നേരവും എക്സസൈസ് ചെയ്യുന്നു എന്നാണ്. എടാ മന്നയ്ക്ക് ജ്യൂസ് കൊടുക്ക്. എന്നാ മന്നയോട് വരാൻ പറയേ, ഞാൻ പോയി എടുത്തോട്ട് വരാം. എടാ മന്ന എന്ന് പറഞ്ഞത് എന്നെയാണ്. അതങ്ങ് മര്യാദയ്ക്ക് പറഞ്ഞ പോരെ. എടാ, നീ എന്താ തയ്യാറാകുന്നില്ലേ? അവനോട് ചലഞ്ച് ചെയ്തിരിക്കുക. ഓക്കെ ആണെങ്കിൽ ഇതിന്റെ സീൻ അതോടെ തീരും. പുറത്തെ തല കാണിക്കാൻ പറ്റില്ല. മന്നയ്ക്ക് പ്രാക്ടീസിന്റെ ഒരാവശ്യവുമില്ല. ആ ചെറിയ ഡോഗി ഉണ്ടല്ലോ, അവനാണ് പ്രാക്ടീസിന്റെ ആവശ്യം. മന്നയ്ക്ക് പ്രാക്ടീസിന്റെ ആവശ്യം വേണ്ടായിരിക്കാം, പക്ഷെ അങ്ങ് ഉടൻ തന്നെ പ്രാക്ടീസ് ചെയ്യും. എടാ മന്ന എന്ന് പറഞ്ഞത് എന്നെയാണ്. റെസ്ലിംഗ് പഠിപ്പിക്കാൻ പോയാ അവസാനം ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. എന്റെ പൊന്നനിയ, പെട്ടെന്ന് ഈ ഡംബിൾസ് പൊക്ക്. ഏയ് പൊങ്ങിക്കോ, പൊങ്ങ്. വൈകിട്ട് 4 മണിയാൻ പോവാ. വേഗം പൊങ്ങ്. പൊങ്ങ്, വേഗം പൊങ്ങാൻ. രാത്രി ഉറങ്ങില്ലെന്ന് തോന്നുന്നു, അതാ തല പൊക്കാതിരിക്കുന്നത്. ഇതെങ്കിലും ചെയ്യാൻ അറിയോ നിനക്ക്? ഇതല്ലേ, ഇതെനിക്ക് നന്നായിട്ട് അറിയാം. കൊച്ചളിയാ, ഇതെങ്ങാനും അവന്റെ തല വീണ അവന്റെ പണി അവിടെ തീരും. ആവശ്യമില്ലാതെ അവന്റെ ജീവൻ നമ്മൾ എടുക്കണോ? എടാ ഷർമൻ ഷെപ്പേർഡേ, സ്കിപ്പിംഗ് ചെയ്യടാ. കുറച്ചുകൂടെ വേഗത്തിൽ. യോ, ഇങ്ങനെയാണോടാ സ്കിപ്പിംഗ് ചെയ്യുന്നത്? ഡംബിൾസ് പൊക്കാൻ പറഞ്ഞപ്പോ വിളിച്ചുണർത്തുക. ഒരു മണ്ണാങ്കട്ടെ അറിയാത്ത നീ എന്തിനാടാ ഒരാവശ്യവും ഇല്ലാതെ അവനെ കയറി വെല്ലുവിളിക്കാൻ പോയത്? എനിക്ക് തോന്നുന്നത് അവൻ വല്ലാതെ എക്സർസൈസ് ചെയ്യുന്നു എന്നാണ്. ദിവസം മുഴുവൻ ജിമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്നേ ഇല്ല. നിങ്ങളെന്താ ഇനിയും റെഡി ആവുന്നില്ലേ? അവൻ അങ്ങനെ ബോഡി ബിൽഡിംഗും ചെയ്ത് വന്ന ഈ ബോഡി അവൻ മൊത്തത്തിലൊരു പരുവത്തിലാക്കും. അത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. എടാ ഒന്നിങ്ങോട്ട് വന്നേ. ജയിക്കുന്നത് മന്ന തന്നെയായിരിക്കും. ജയിക്കുന്നത് മന്നയാണെങ്കിൽ പിന്നെ നീ എന്തിനാ സന്തോഷിക്കുന്നേ? എടാ ഈ മന്ന എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടി അവൻ ദേ കൊണ്ടുപോയി. ഇവൻ മുടി മുറിക്കാൻ പഠിക്കുന്നേ ഉള്ളെന്നാ തോന്നുന്നേ. മുടി മുറിക്കുന്നതിന് മുമ്പ് ഒരു തുണി എടുത്ത് ദേഹത്തിടണമെന്ന് നിനക്കറിയില്ലേ? ഐഡിയ. പോപ്പട്ടെ, വായ തുറക്ക്. അയ്യോ, ഇതിലും ഭേദം ആ എലി എന്റെ മുടി മുറിക്കുന്നതായിരുന്നു.
നിങ്ങൾ എനിക്ക് ഒരുപാട് നഷ്ടം വരുത്തി. ഞാനാണ് മൂസ്. എന്റെ ഫാക്ടറി മുഴുവൻ പോക്ക. ഇനി നിങ്ങളെ ഇടിച്ച് ഞാൻ ആക്കും ജ്യൂസ്. ഈ ബിൽഡിംഗ് ഇപ്പൊ പൊട്ടിത്തെറിക്കുമെന്നാ തോന്നുന്നേ. വേഗം ഓടിക്കോ. അവന്മാരെ വിടരുത്. നിൽക്കേ. വരൂ പോയി പച്ചക്കറി വാങ്ങാം. ചെക്ക് ചെക്ക്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവിടെ എന്താണ് സംഭവം? കൊള്ളാമല്ലോ, പച്ചക്കറികളെല്ലാം ഫ്രഷ് ആണല്ലോ. ഇങ്ങനെ എല്ലാവരും വിൽക്കാൻ തുടങ്ങിയാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങാം. സംശയമുണ്ടോ? ഈ വെണ്ടയ്ക്ക എത്ര രൂപയാ? 1 കിലോ 20 രൂപ. അതെയോ? എങ്കിൽ ഇതും ഞാൻ എടുത്തോളാം. താങ്കളുടെ ഫോർമൽ ഷർട്ട് ഏതായാലും ഗംഭീരായിട്ടുണ്ട്. അതെയോ? ആ, ദേ പോക്കറ്റും ഉണ്ട്. എടോ, ഇത് പോക്കറ്റ് അല്ല. താൻ വലുതാവുമ്പോ പച്ചക്കറി കട നടത്തുന്നുള്ള കാര്യം മുകളിലുള്ള ആളിന് നേരത്തെ തന്നെ അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ടാ തന്നെ ഇങ്ങോട്ട് പോക്കറ്റ് വെച്ച് അയച്ചത്. രാവിലെ വന്ന് മനുഷ്യനെ വടിയാക്കുന്നോടാ. എന്നാ പിടിച്ചോ. ഇതൊട്ടും ഫ്രഷ് അല്ല. ഞാൻ പ്രോട്ടീൻ ഉള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കൂ. പ്രോട്ടീൻ ഇല്ലാത്ത സാധനങ്ങൾ തന്നാൽ ഞാൻ ഒരിക്കലും വാങ്ങി കഴിക്കില്ല. ഹണി, ബിസ്ക്കറ്റ് ബാക്കിയുണ്ടോടാ? ഇതില് ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തരുമായിരുന്നു. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കിയേക്ക്. അയ്യോ, ഇവൻ ജാമായല്ലോ. എന്നാ ബ്രെഡിൽ തേച്ച് കഴിച്ചോന്നേ. ഹലോ കുട്ടികളെ, നോക്കൂ, നിങ്ങളെ കാണാൻ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മകനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇതെന്റെ മകനൊന്നുമല്ല. എന്റെ മകൻ വരും. മേഘങ്ങൾക്കിടയിലൂടെ അവൻ വരും. അവൻ പൈലറ്റല്ലേ, ഭൂമിയുടെ നെഞ്ചിൽ ചവിട്ടി വരും. പുതിയ പൈലറ്റ് ആയതുകൊണ്ട് അതിന്റെ സന്തോഷവും അവൻ കാണിക്കുമല്ലോ. അപ്പൊ പിന്നെ ഇതാരാ? ഇത് ഞാൻ ഓമനിച്ച് വളർത്തുന്ന കോഴിയാണ്. എല്ലാ നഗരത്തിലും ഞാൻ രാഹുൽ കോഴി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ഇന്ന് വൈകുന്നേരം ഒന്ന് പുറത്തു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവരെ നിങ്ങളുടെ കൂടെ ഒന്ന് നിർത്താമോ? ഞാൻ വീണ്ടും തിരിച്ചു വരും. വൈകിട്ട് ഈ വാതിൽ തള്ളി തുറന്ന് തിരിച്ചു വരും. വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചോണ്ട് കയറി വരും. ഞാൻ പറന്നു വരും, ഉറപ്പായും വരും. അതായത് മാഡത്തിന് ഈ കമ്പനിയുടെ ഫോൺ വളരെ ഇഷ്ടമാണ്. റെഡ് മാഡത്തിന്റെ ഫേവറേറ്റ് ആണ്. കൂടാതെ ഇന്നൊരു ഫോൺ മേടിക്കാനിരിക്കുന്നു എന്ന് കരുതി മാഡം ഒരിക്കലും മൊബൈൽ ഫോണൊന്നും മോഷ്ടിക്കുകയില്ല. ശരി, ഞാൻ പോകുന്നു. നമുക്ക് വൈകിട്ട് കാണാം. എന്നാൽ നിങ്ങൾ കളിച്ചോളൂ, ഞാൻ എന്റെ മുറിയിലുണ്ടാകും. എല്ലാ നഗരത്തിലും ഞാൻ സന്ദീപ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോഴി എന്നല്ലേ പറഞ്ഞത്? ഞാൻ ആ പറഞ്ഞതിന്റെ പഴയ കാലത്തെ കാര്യങ്ങളാണ്. അവിടെ മറ്റൊരു പേരിലാണ്. വരൂ, നമുക്ക് ഇന്ന് മുഴുവൻ കളിക്കാം. നിങ്ങൾക്കും അറിയണ്ടേ ഞാൻ എല്ലാ നഗരത്തിലും വ്യാജ ഐഡി എന്തിനാ കൊടുക്കുന്നതെന്ന്? ഒരു സെക്കൻഡ് കോഴി, ഈ മുട്ടയൊന്ന് പിടിക്കൂ. ഇനി അതെനിക്ക് തിരിച്ചു തരൂ. ഇന്നു മുതൽ ആരും പറയില്ല പൂവൻകോഴി മുട്ട തരില്ലെന്ന്. കണ്ടില്ലേ, പൂവൻകോഴി എനിക്ക് മുട്ട തന്നു. എല്ലാ നഗരത്തിലും ഞാൻ രാഹുൽ കോഴി എന്നാണ് അറിയപ്പെടുന്നത്. അല്ല, നീ എന്താ പോസ്റ്റ്മാൻ ആണോ? അല്ല, പിന്നെ നഗരം മുഴുവൻ നിന്നെ എങ്ങനെ അറിയുന്നത്? ശബ്ദം കുറയ്ക്കൂ. അതായത് ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങുകയാണെങ്കിൽ ഫാനെല്ലാം ഓഫാക്കിയിട്ടേ ഇറങ്ങാറുള്ളൂ. ഇതിലിപ്പോ എന്താ വലിയ കാര്യമുള്ള? എനിക്കാണെങ്കിൽ കൈയില്ല, എങ്കിലും ഞാൻ ഫാൻ ഓഫാക്കിയിട്ടേ ഇറങ്ങാറുള്ളൂ. ഇതൊരു വലിയ കാര്യം തന്നെയല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഹായ്.
എന്റെ കൈ മൊത്തം ചുമന്നു. ഇനി എനിക്ക് സിഗ്നൽ കാണിക്കേണ്ട ആവശ്യം വരില്ല. ഹണി, നീ പോയി ആ മുറിയിലെ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് വരും. ആയിക്കോട്ടെ. വെരി സ്മാർട്ട്. ഹണി, നിന്റെ വായിൽ ഇങ്ങനെ പടക്കം വെച്ച് പൊട്ടിക്കാൻ പാടില്ലായിരുന്നു. ഇത് ഹണിയാണോ ചെയ്തത്? അവനോട് നേരിട്ട് ചോദിക്കാം. ഹണി, പറയൂ കോഴിച്ചേട്ടാ. നിനക്ക് ചെയ്യാനുണ്ടായിരുന്ന കാര്യം നീ ചെയ്തോ? അതെ, നല്ല രസമായിരുന്നു. നിന്നെ ആരും നിർബന്ധിച്ചില്ലല്ലോ. എന്താ ശരിയല്ലേ? ഇല്ല, ഇതെന്റെ കടമയായിരുന്നു. ഞാൻ പറയുന്നത് വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്നവർ ഇതെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. ഹണി എന്നെ ആവശ്യമില്ലാതെ തല്ലുന്നോ? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. ഇതിൽ വെറുതെ എന്നെ പെടുത്തിയത് എന്തിനാ? ആഹാ, വെരി സ്മാർട്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു, പക്ഷെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതായിരുന്നു. ഇനി ഈ വീട്ടിൽ ഞാൻ ഒരു സെക്കൻഡ് പോലും നിൽക്കില്ല. ഒന്ന്. അയ്യോ, ഇനി മാഡത്തിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നമ്മൾ എന്ത് പറയും? അവരുടെ കോഴിയെ നമുക്ക് ഒരു ദിവസം പോലും നോക്കാൻ കഴിഞ്ഞില്ലെന്നാണോ? അവിടെ ചോറ് എഴുതേക്ക്. നമുക്ക് അവനെ പെട്ടെന്ന് തന്നെ പിടികൂടണം. ഇവൻ മരുന്ന് വിടുന്ന മട്ടില്ലല്ലോ. ആരാണോ എന്നെ അടിച്ചേ? അവരാണ് അടിച്ചത്. എനിക്കാണെങ്കിൽ ഇതേ കയ്യേ ഇല്ലല്ലോ. ദാ ദേ നോക്ക്, അവൻ പോൾട്രി ഫാമിലേക്ക് കേറിയിട്ടുണ്ട്. ഇനി അവനെ പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇവരുടെ ഇടയിൽ നമ്മൾ എങ്ങനെയാ അവനെ കണ്ടെത്തുക? എന്താ? ഈ തൊണ്ടന്റെ ദേഹത്ത് കൊണ്ട് ഇക്കിളിയായപ്പോ പാടിയതാ. എങ്ങനെയുണ്ട് എന്റെ പാട്ട്? ഡങ്കച്ചിക്കി 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 ഡായ്. മൈന പറ, കുരുവി പറ, പ്രാവ് പറ, കോഴി പറ. എന്തിനാ അടിച്ച്? കോഴികൾ പറക്കാറില്ലേ? എടാ, എന്റെ തൂവലൊടിഞ്ഞിരിക്കല്, പിന്നെ ഞാൻ എങ്ങനെ പറക്കും? Yes. നീ ആരാ? രാഹുൽ, എന്റെ പേര് കേട്ട് കാണുമല്ലോ. കേട്ടിട്ടുണ്ട്. വലിയ കോമൺ നെയിം അല്ലേ? ആൺകുട്ടികൾക്ക് രാഹുൽ, പിന്നെ പെൺകുട്ടികൾക്ക് നേഹ. ശരിക്കും കോമൺ നെയിം തന്നെയാ. എനിക്ക് തോന്നുന്നത് ഇവനെ കൊതുക് അടിക്കുന്നുണ്ടെന്നാ. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ അടിക്കുന്നത്. എടാ ഹണി, ഫൈറ്റേഴ്സ് ഒക്കെ ഇങ്ങനെയാ ചെയ്യുന്നത്. ഇത് അവരുടെ ഒരു സ്റ്റൈലാണ്. ഒന്ന്, രണ്ട്, രണ്ടര, 2:45, ഇപ്പൊ 3. എടാ, 1ഉം 2ഉം കഴിഞ്ഞ 3ആണ് പറയേണ്ടത്. എനിക്ക് കുറച്ച് ഓർമ്മ പശ കൊണ്ട് രക്ഷപ്പെട്ടു.